ഈ വണ്ടിപ്പണിയിൽ ഏറ്റവും ഒരു ഭയങ്കര ദുഷ്കരമായിട്ടുള്ളൊരു പണിയാണ് ഈ ടയർ മാറ്റം എന്ന് പറയുന്നത്. അത് നമ്മുടെ വണ്ടിയുടെ വലുപ്പം അനുസരിച്ച് അതിന് പ്രയാസം കൂടും. ഇപ്പം നമ്മളിത് ഈ വണ്ടി ചെറിയ വണ്ടി ആയതുകൊണ്ട് അത്ര വലിയ പാടൊന്നുമില്ല, വഴി പഞ്ചറായെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ വണ്ടിക്ക് ലോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും. നമ്മൾ ചെന്ന് വിടുന്ന സ്ഥലം ചെളിയുള്ളതോ അതുപോലെ തന്നെ ചെരിവുള്ള സ്ഥലമൊക്കെ ആണെങ്കിലും ടയർ മാറുക എന്ന് പറയുന്നത് ഒരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ടയറിൻ്റെ എയർ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ എയറൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചർ പരമാവധി നമുക്ക് ഒഴിവാക്കാം. 2 ലോഡ് കയറ്റി കിടക്കുന്ന വണ്ടിയുടെ ബാക്കിൽ നിന്ന് നോക്കണം ഏത് ടയറിനാണ് ചളക്കം കൂടുതലെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ടയറിന് കാറ്റ് കുറവാണ്. അപ്പം ജോഡിയല്ലാതെ ഈ എയർ മാച്ചിങ് അല്ലാതെ വരുമ്പോൾ ആണ് കൂടുതലും ആ ടയർ കൂടുതലായിട്ട് പഞ്ചറാകുന്നത്. അപ്പോൾ കാലത്തിൻ്റെ പുരോഗതിയിൽ ഒരുപാട് ഡിവൈസുകൾ ഇറങ്ങിയിട്ടുണ്ട് ടയർ അഴിക്കാനും ഒക്കെ ഉള്ളതായിട്ട്. ഇപ്പം നമ്മൾ ടയർ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എയർ സംവിധാനത്തിലാണ് ടയർ അഴിക്കുന്നത്. എയർ ടോർക്കർ വെച്ചാണ് ടയർ അഴിക്കുന്നതും മുറുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഓട്ടത്തിൽ നമുക്കിത് അഴിക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ ആ ഒരു ഉപാധി മാത്രമേ നടക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ലിവറും സ്പാനറും ഉപയോഗിച്ച് അഴിക്കാനേ പറ്റത്തില്ല. അപ്പം പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ എലിഫൻ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സാധനമാണ്. ലേബർ സേവിങ് വെഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ബോക്സിൽ തന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോർക്ക്, ലെങ്ത്ത്, വെയിറ്റ് 10 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന്. ഇത് കുറേ കാലം മുന്നേ ഇറങ്ങിയൊരു ഐറ്റമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ അടുത്ത കാലത്ത് ഈ സാധനം ഇറങ്ങിയത്. ഇത് അത്യാവശ്യം ഹെവി ഡ്യൂട്ടി സാധനമാണ്. എലിഫൻ്റ് എന്നുള്ള അതിൻ്റെ ബ്രാൻഡ് നെയിം. ഇത് വെച്ച് എങ്ങനെയാണ് ടയർ അഴിക്കുക എന്നുള്ളത് നോക്കാം. ഇത് ഏത് വാഹനത്തിനും നമുക്കിത് മാച്ചാക്കാം. വലിയ ഹെവി വാഹനത്തിനൊക്കെയാണ് ഇത് കൂടുതലും ഉപകാരപ്രദമായിട്ട് വരുന്നത്. ചെറിയ കാറ് പോലുള്ള വാഹനങ്ങൾക്കൊക്കെ ടയർ അഴിക്കാൻ വലിയ പ്രയാസം വരത്തില്ല. ഹെവി വാഹനമൊക്കെ ആണെങ്കിൽ അഴിക്കണമെങ്കിൽ കുറച്ച് തന്നെയൊക്കെ ഉള്ളെങ്കിൽ പ്രയാസമാണ്. ലിവറൊക്കെ ഇട്ട് അഴിക്കുമ്പോഴത്തേനും അത് സ്ലിപ്പായി പോകാനും നമ്മൾ വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇത് കണ്ടോ, ഇത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ടയർ അഴിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ മുറുക്കാനും സാധിക്കും. ഇത് അഴിക്കാനാണ് ടയർ, നമ്മൾ ഏത് ടയർ പഞ്ചറായി കഴിഞ്ഞാൽ അഴിക്കാനാണ് ഏറ്റവും പ്രയാസം. ഇതുകൊണ്ട് ഇത് നമ്മുടെ ആ സ്പാനർ കൃത്യം കയറ്റി വെക്കുക. അടുത്ത ഒരു വീൽ നട്ടയിലോട്ട് ഇത് അതിൻ്റെ ആ ഒരു വിഞ്ച് കൊള്ളിച്ച് നിർത്തുക, ഇങ്ങനെ കറക്കുക. എങ്ങോട്ടാണോ അഴിക്കേണ്ടതാണെങ്കിൽ അഴിക്കുക, മുറുക്കേണ്ടതാണ് മുറുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ടയർ വീൽ ബോൾട്ട് അഴിച്ചെടുക്കാൻ പറ്റും. വീൽ നട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. ഇതൊരു ചെറിയ ഗിയർ സിസ്റ്റം പോലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളവിടെ കൊടുക്കുന്ന ആ ഒരു ടോർക്കിനെ ഇരട്ടി ടോർക്കായിട്ട് വർക്ക് ചെയ്താണ് ഇത് ഈ നട്ടഴിഞ്ഞ് വരുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നട്ടഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ലോങ് ഓട്ടം പോകുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിട്ടൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ടയർ റീസോൾവ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഈരാറ്റുപേട്ടയുള്ള നിഷ ടയേഴ്സിലാണ് വന്നിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ നിന്നാണ് ടയർ കട്ട് ചെയ്യുന്നത്. നമ്മൾ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ, ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ ഇവിടെ നിന്നാണ്, ബഷീറിൻ്റെ ടയർ ഷോപ്പിൽ നിന്നാണ് ടയർ റീസോൾവ് ചെയ്യുന്നത്. എല്ലാവിധ വാഹനങ്ങളുടെയും ടയറുകൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം പുതിയ ടയറിന് നമുക്ക് ഈ ട്രാക്ടർ, JCB അതിൻ്റെയൊക്കെ ടയറിൻ്റെ റീസോളുണ്ട്. നമ്മുടെ സാധാരണ അതൊന്നും ആരും ചെയ്യാത്തതാണ് ട്രാക്ടർ പോലുള്ള വാഹനങ്ങളുടെ റീസോള്. ഇത് പിന്നെ നമ്മുടെ മഹേന്ദ്ര ജീപ്പിനൊക്കെ 4x4 ജീപ്പിനൊക്കെ ഓഫ് റോഡ് കയറുന്ന വാഹനങ്ങൾക്കൊക്കെ ഇടാൻ വേണ്ടിയുള്ള ടയറാണ്. അതിൻ്റെ സ്പെഷ്യൽ കട്ടയാണ്, മിഡാസിൻ്റെ ടയർ റബ്ബറാണ്. എല്ലാം നല്ല വൃത്തിയായിട്ടാണ് വർക്കുകൾ ചെയ്യുന്നത്. ഇതും ജീപ്പിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം മിഡാസിൻ്റെ കട്ടയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടയർ പുള്ളി ചെക്ക് ചെയ്തിട്ട് മാത്രമേ റിസോൾവ് ചെയ്യത്തുള്ളൂ. എന്തെങ്കിലും രീതിയിൽ ടയർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ ടയർ എടുക്കത്തില്ല. എയർ കയറിപ്പോയ ടയറൊക്കെ ആണെങ്കിൽ, അതുകൊണ്ട് നമുക്ക് റിസ്ക് കുറവുണ്ട്. പിന്നെ ഇവിടെ ഫോർക്ക് ലിഫ്റ്റിൻ്റെ ഒക്കെ ആണെങ്കിലും ടയർ റീസോളിംഗ് ഉണ്ട്. ഇത് സാധാരണ നമ്മൾ ഇവിടെയൊക്കെ ചെയ്യണമെങ്കിൽ എറണാകുളത്തൊക്കെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. പക്ഷേ ഇതിൻ്റെ സെറ്റപ്പെല്ലാം ഇവിടെ ഉണ്ട്. ഫ്ലൈ വീൽ എന്ന പേര് തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഇവരുടെ തന്നെ ഒരു കാറ് ടയർ അലൈൻമെൻറ്റ് ഷോപ്പും കാറിൻ്റെ പുതിയ ടയറുകളുടെയൊക്കെ ഷോപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ ടയർ റീസോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രത്യേക ഒരു കാര്യം, നമ്മൾ പ്രത്യേകിച്ച് ലോറിയൊക്കെ ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ടയർ ഇവർ ഈ എയർ ഇതിലാണ് മുറുക്കുന്നത്, എയർ ജാക്കിലാണ് ഇവർ മുറുക്കുന്നത്. പക്ഷെ നമ്മൾ
ആ ലിവർ നിട്ട് ജാക്കിൻ സ്പാനറും ലിവർ ഇട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്നുകൂടെ വലിച്ച് ചവിട്ടി മുറുക്കണം. ഇല്ലെങ്കിൽ ടയർ ഓട്ടത്തിൽ ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒത്തിരി പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.